ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2129. ഇന്ന് ഒക്ടോബർ മാസം 29-ാം തീയതി, ഈ ആണ്ടിലെ 302-ാമത്തെ ദിവസത്തിലെത്തി. അതെ, അങ്ങനെ തന്നെ ഉറപ്പോടെ പറയേണ്ടി വരും. പറയാം, ജീവിച്ചിരിക്കുന്ന ചിലര് ക്രിസ്തുയേശു മരിച്ചവരെന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലും അപ്പുറത്ത് ഒരു വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അവർ മരിച്ചവർക്ക് തുല്യമാണ്. അവർ ജീവിക്കുന്നേ ഇല്ലെന്നുള്ള, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്തവരെല്ലാം ഒരർത്ഥത്തിൽ മരിച്ചവരാണ്. മാത്രവുമല്ല, അവരിങ്ങനെ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രചാരകരാണ്. എന്തിനാ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് വലിയ ജീവിത ലക്ഷ്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്? എന്തിനാണ് വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ചാകാനുള്ളതല്ലേ എല്ലാവരും. ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, മൃതശരീരത്തിന് 6 അടി മണ്ണ് മതി. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് അത് പോരല്ലോ. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്, കർമ്മ വഴികളുണ്ട്. അവരുടെ ഓരോ ദിവസവും ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അധ്വാനവും പിന്നെ കുറച്ച് ആത്മസംതൃപ്തിയുമൊക്കെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ, ക്രിയാത്മകമായ അടയാളങ്ങൾ അവശേഷിപ്പിക്കണ്ടേ? അതല്ലേ ജീവിതം. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാനാണ് ക്രിസ്തുയേശു നമ്മളെ നിർബന്ധിക്കുന്നതും ക്ഷണിക്കുന്നതും ഒക്കെ. മരണഭയം അത്ര നല്ലതല്ല. മരണ അവബോധം ഉണ്ടാവണം. മരണഭയം ജനിപ്പിക്കാതെ ജീവിത ആവേശമാണ് പകരേണ്ടത്. താൻ എന്താണെന്നും തനിക്കെന്തെല്ലാം ഉണ്ടെന്നും ഉള്ളവയെല്ലാം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റുമെന്നും കണ്ടെത്തുന്നവരാണ് ജീവിതത്തിന് ശേഷവും ശരിക്കും ജീവിച്ചിരിക്കുന്നത്. അതെ, ജീവിതത്തിന് ശേഷവും ചിലർ ജീവിച്ചിരിപ്പില്ലേ? അതെന്താണ്? താൻ എന്താണെന്നും തനിക്കെന്തെല്ലാം ഉണ്ടെന്നും ഉള്ളതെല്ലാം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിവരാം. അങ്ങനെ ജീവിതത്തിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ഓർമ്മച്ചെപ്പുകൾ ഇവിടെ അവശേഷിപ്പിക്കുന്ന ഒരാളായിട്ട് വേണ്ടേ ഞാനും കടന്നു പോകാനായിട്ട്. കർമ്മനിരതരായവരുടെ ജീവിതം ഉപകാരപ്പെടും. അല്ലാത്തവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ മരണമാണ്. അതുകൊണ്ട് മധുരവും കയ്പും കറുപ്പും വെളുപ്പും സുഗന്ധവും ദുർഗന്ധവും ഒരുപോലെ ആവശ്യം തന്നെയാണ്. തന്റെ വില കണ്ടെത്താത്തവരെ കുറിച്ച് നമ്മളും ഒന്ന് സഹതപിച്ചു തുടങ്ങണം. ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു ചെറു ഉപകാരമാകുന്ന വിധത്തിൽ ജീവിക്കണ്ടേ? അവനവനിലുള്ള ചില നന്മയൊക്കെ ഒന്ന് മിനുക്കിയെടുത്ത് അവനവന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തിയാൽ എന്തുമാത്രം ഫലപ്രദമായ ജീവിതമാകും ഒരാൾ നയിക്കുക. കുറെ കൂടി ഫലം പുറപ്പെടുവിപ്പാനായിട്ട്, സൽഫലമുണ്ടാകാനായിട്ട് ക്രിസ്തുയേശു നമ്മളെ തെരഞ്ഞെടുത്തു. അതിനോട് നമ്മൾ കുറെ കൂടി നീതി പുലർത്തുക. കടന്നുപോയ, കഴിഞ്ഞുപോയ ജീവിതത്തിലെ കുറവുകളെയും പിഴവുകളെയും തിരിച്ചറിയുക, തിരുത്തുക, തിരിച്ചെത്തുക. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.